ഹായ് എവരിവൺ, എല്ലാവർക്കും വിസ്ഡം ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് എന്റർപ്രൈസ്, അതായത് ഒരു ഷോപ്പ് ആവാം, എന്തെങ്കിലും ഒരു സ്ഥാപനം, ബിസിനസ് സ്ഥാപനത്തിനെയാണ് എന്ത് എൻറ്റിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അതിന് ഡെഫിനറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതായത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉള്ള സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുന്നത്? എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് അതിന്റെ പേര് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, അത് എന്ത് സ്ഥാപനമാണെന്ന് മനസ്സിലാവും. അതാണ് എന്ത് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ മലബാർ ഗോൾഡ്, SBI, CIL, ഇതിന്റെയൊക്കെ നെയിമിൽ നമുക്കൊരു ജ്വല്ലറിയാണ്, ബാങ്കാണ് എന്നൊക്കെ എന്താ മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ട്രാൻസാക്ഷൻസ്. എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? Transactions are those activities of business which involve transfer of money or goods between two person or two account. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ആണ്. പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയ്ക്ക് തുല്യമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സോ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷിന് തുല്യമായി എന്തെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിനെയാണ് എന്ത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ ക്യാഷ് പേ ചെയ്യുന്നതിനെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയും. പിന്നീട് കൊടുക്കാമെന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. അതിലെന്തൊക്കെയാണ്? പർച്ചേസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്, ക്യാഷ് റിസീവ് ചെയ്യുന്നത്, ക്രെഡിറ്റേഴ്സിന് അവരുടെ ക്യാഷ് പേ ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സ്പെൻസസ്, ഇതെല്ലാമാണ് എന്ത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് അസറ്റ്. എന്താണ് അസറ്റ്? ഇക്കണോമിക് റിസോഴ്സസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. അപ്പോൾ മണി മൂല്യമുള്ള റിസോഴ്സസിനെയാണ് എന്ത് അസറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ അത് ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, കറന്റ്, ഫിക്സഡ് അസറ്റ്, അങ്ങനെ പലതായിട്ട് അസറ്റിന് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇനി അസറ്റിന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, കറന്റ് അസറ്റും നോൺ കറന്റ് അസറ്റ് അഥവാ ഫിക്സഡ് അസറ്റ്. അപ്പോൾ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇയറിനുള്ളിലെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അസറ്റിനെയാണ് എന്ത് കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, അക്രൂഡ് ഇൻകം, എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, എക്സെട്ര. ഇനി നോൺ കറന്റ് അസറ്റ് അഥവാ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 1 ഇയറിൽ കൂടുതൽ സമയത്തിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അസറ്റിനെയാണ് എന്ത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അത് 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തൊടാനും കാണാനും എല്ലാം പറ്റുന്ന അസറ്റിനെയാണ് ഇത് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതായത് ബിൽഡിങ്ങോ, ഫർണിച്ചർ, മെഷീനറി, വെഹിക്കിൾ, എക്സെട്ര, ഇതൊക്കെ നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റും. എന്നാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തൊടാനോ കാണാനോ ഒന്നും പറ്റില്ല, ബട്ട് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുന്നതാണ് എന്ത് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഗുഡ് വില്ല്, പേറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, എക്സെട്ര. ഇനി വേസ്റ്റിംഗ് അസറ്റ് എന്തൊക്കെയാണ്? ഓയിൽ വെൽ, ക്വാറീസ്, മൈൻസ്, എക്സെട്ര. അതുപോലെ ഫിക്ടീഷ്യസ് അസറ്റ് ഉണ്ട്, പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ്, എക്സെട്ര. ഇതൊക്കെയാണ് അപ്പൊ അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ്. അടുത്തത് ലയബിലിറ്റീസ്. എന്താണ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ ഒരു ബിസിനസ് പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് എന്ത് ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കടമാണ്. അത് ബിസിനസ്സിൽ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പണമായിരിക്കും, പണമോ അല്ലെങ്കിൽ അസറ്റോ ആയിരിക്കാം. അതെന്താണ്? ഫ്യൂച്ചറിൽ ആ ബിസിനസ് പേ ചെയ്യണം. ഇനി അസറ്റ് പോലെ തന്നെ ലയബിലിറ്റീസിനെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, കറന്റ് ലയബിലിറ്റീസ്, നോൺ കറന്റ് ലയബിലിറ്റീസ്. അപ്പോൾ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പേബിൾ വിത്തിൻ 1 ഇയർ, ഒരു വർഷത്തിനുള്ളിലെ സമയം കൊണ്ട് പേ ചെയ്ത് തീർക്കേണ്ട ബാധ്യതയാണ് എന്ത് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ഷോർട്ട് ടൈം ലോൺസ്, എക്സെട്ര. അതുപോലെ നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 1 ഇയറിന് ശേഷം, അതായത് മോർ ദാൻ 1 ഇയർ ഉണ്ടാവും, ആ ടൈം പീരീഡിനുള്ളിൽ പേ ചെയ്യേണ്ട ലയബിലിറ്റീസ് ആണ് എന്ത് നോൺ കറന്റ് ലയബിലിറ്റീസ് അഥവാ ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലോങ് ടൈം ലോൺസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, എക്സെട്ര. അടുത്തത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത മണിയോ അല്ലെങ്കിൽ ഗുഡ്സോ ആണ് എന്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
The amount of cash, goods or asset which is initially invested by proprietor while commencing business is called capital. അതായത് തുടക്കത്തിൽ തന്നെ ഒരു ബിസിനസ് എന്താ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മുടക്കുന്ന ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സിനെയാണ് എന്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് റവന്യൂ ഓർ ഇൻകം. അപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിന് വരുമാനം എന്ന് പറയുന്നത് എന്താ, സെയിലിലൂടെയാണ് വരുമാനം കിട്ടുന്നത് അല്ലെ. മെയിൻ ആയിട്ട് എന്താണ്, ഗുഡ്സ് സെയിൽ നടത്തുന്ന കിട്ടുന്ന ആ എമൗണ്ട് ആണ് എന്ത് പറയുന്നത്, റവന്യൂ ഓർ ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നു, ഡിവിഡൻഡ് റിസീവ് ചെയ്യും, റെന്റ്, കമ്മീഷൻ, ഡിസ്കൗണ്ട്, ഇതിലൂടെയും എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ്സിൽ ഇൻകം വരുന്നു. നെക്സ്റ്റ് വൺ എക്സ്പെൻസസ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് ചെലവാക്കുന്ന എമൗണ്ട് ആണ് എന്ത്, എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് വിച്ച് ബിസിനസ് ഇൻകേർഡ് ഫോർ producing goods and services or for using services is called expenses. അതായത് ഒരു ബിസിനസ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സർവീസസ് യൂസ് ചെയ്യാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാനോ വേണ്ടി ചെലവാക്കുന്ന പൈസേനെ അല്ലെങ്കിൽ ആ ക്യാഷിനെയാണ് എന്ത്, ചെലവ് അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റെന്റ്, സാലറി, എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, വേജസ് എക്സെട്ര. നെക്സ്റ്റ് പ്രോഫിറ്റ്, ലാഭം. അതായത് ഒരു ബിസിനസ്സിലെ ചെലവിനേലും കൂടുതലാണ് നമുക്ക് കിട്ടുന്ന വരുമാനം എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് ബിസിനസിന്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യും, കൂട്ടും അല്ലെ. ക്യാപിറ്റലില് ആ ലാഭം കൂടി കൂടുമ്പോൾ ക്യാപിറ്റൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അടുത്തത് ഗെയിൻ. A profit that arises from event or transaction which are incidental to the business, such as sale of fixed asset, winning a court case, appreciation in the value of asset, etc. അപ്പോ ഗെയിൻ എന്ന് പറയുന്നത് ബിസിനസ്സിലെ ഇൻസിഡന്റൽ ആയിട്ട് നടക്കുന്നത്, അതായത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷനിലൂടെ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പോ എന്താ, ഒരു കോർട്ട് കേസ് വിൻ ചെയ്യുന്നതോ, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്നതോ, അസറ്റിന്റെ വാല്യൂല് ഇൻക്രീസ് ഉണ്ടാവുന്നതോ, അതുമൂലം കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഗെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോസ്. ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, നഷ്ടം. അപ്പോ ഒരു ബിസിനസ്സിൽ എക്സ്പെൻസസ്, ചെലവാക്കിയ എക്സ്പെൻസസ് വരുമാനത്തിനേലും കൂടുതലാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, നഷ്ടം എന്ന് പറയുന്നത്. അതെന്താണ്, ക്യാപിറ്റലില് കുറവ് വരുത്തും. അടുത്തത് ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് എ ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് ഒരു ഗുഡ്സ് സെയിൽ നടത്തുമ്പോൾ അതിന്റെ പ്രൈസിലുള്ള ഡിഡക്ഷനെയാണ് എന്ത് പറയുന്നത്, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട് ആണുള്ളത്, ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, when a trader allows a concession to its customers on its list price, it is known as trade discount. It is not recorded in the book, it is stated in the invoice. അതായത് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് 1000 രൂപയുടെ പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു 20%, 30% അല്ലെങ്കിൽ 50% അങ്ങനെ ഒരു ബിസിനസ്സിൽ ആ കമ്പനി ഇത്തരം പെർസെന്റേജ് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടാവും. ആ അത്തരം ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് മാത്രം ആ ഒരു കസ്റ്റമർ പേ ചെയ്താൽ മതി. അങ്ങനെ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതെന്താണ്, ഒരു ഫേമില് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ആയിരിക്കും. ആ ഡിസ്കൗണ്ട് എന്താണ്, ആ ബില്ലിൽ മാത്രമേ കാണിക്കുന്നു. അടുത്തത് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാല് ക്യാഷ് ആയിട്ടോ ചെക്ക് ആയിട്ടോ പേ ചെയ്താൽ മാത്രം ഇത്തരം പെർസെന്റേജ് ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് കമ്പനി പറയും. അതിനെയാണ് എന്ത് പറയുന്നത്, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്ക്. അതെന്താണ്, ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അടുത്തത് വൗച്ചർ. വൗച്ചർ എന്താണ്, ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻസ്. ഒരു എവിഡൻസ് ആണ്, ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നതിനുള്ള ഒരു തെളിവാണ് എന്ത് പറയുന്നത്, വൗച്ചർ എന്ന് പറയുന്നത്. The written document through which financial transactions are recorded in the book is called voucher. അപ്പോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്താണ്, ഒരു ഡോക്യുമെന്റിന്റെ ബേസിലാണ്. അങ്ങനെയുള്ള ഒരു റിട്ടേൺ ഡോക്യുമെന്റിനെയാണ് എന്ത് പറയുന്നത്, വൗച്ചർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ക്യാഷ് സ്വീകരിച്ചതിന് ക്യാഷ് റെസിപ്റ്റ്, ബാങ്കിന്റെ പേ ഇൻ സ്ലിപ്പ്, ഇൻവോയ്സ്, ക്യാഷ് മെമ്മോ, ഇതൊക്കെ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ നടന്നതിനുള്ള തെളിവാണ്. അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് എന്ത് പറയുന്നത്, വൗച്ചർ എന്ന് പറയുന്നത്. Next one, goods. Commodities, products, articles or things in which a trader deals.
ഒരു ട്രേഡർ ഡീൽ ചെയ്യുന്ന എന്തെങ്കിലും കമ്മോഡിറ്റീസോ പ്രോഡക്ട്സിനെയാണ്, അതായത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രോഡക്ട്സോ തിങ്സോ അതിനെയാണ് എന്ത് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത്. അത് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റോ മെറ്റീരിയൽ ആകാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, അതുപോലെ ഫിനിഷ്ഡ് ആകാം. അടുത്തത് ഡ്രോയിങ്സ്. The amount of cash or other asset withdrawn by the owner for his personal use. അതായത് ഒരു ഓണർ അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ക്യാഷോ അല്ലെങ്കിൽ അസറ്റോ വിഡ്രോ ചെയ്താൽ, പിൻവലിച്ചാൽ അതിനെ, ആ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതെന്താണ്, ഇൻവെസ്റ്റ്മെന്റ്, ഓണേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റില് കുറവ് കാണിക്കും. അത്ര എമൗണ്ട് ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ആവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് ഓർ ഇൻവെന്ററി. Unsold goods or raw materials or semi-finished goods at the end of accounting year. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല്, അതായത് സെയിൽ നടത്താത്ത ഗുഡ്സോ റോ മെറ്റീരിയലോ അല്ലെങ്കിൽ പകുതി ഫിനിഷ് ചെയ്ത ഗുഡ്സോ അത് വിൽക്കാതെ ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിലും ആ സ്ഥാപനത്തിൽ തന്നെ സ്റ്റോക്കായിട്ട് അവശേഷിക്കുന്നെങ്കിൽ അതിനെയാണ് ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിലും അത് സോൾഡ് ചെയ്യാതെ റിമെയിൻ സ്റ്റോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ ബിഗിനിങ്ങിലും അത് സ്റ്റോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ഇയറിന്റെ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അടുത്തത് ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. The person who owes money to the business. അതായത് ബിസിനസ്സിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ അസറ്റോ കടമായിട്ട് മേടിച്ചിട്ടുള്ള വ്യക്തികളെയാണ് എന്ത് പറയുന്നത്, ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രെഡിറ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് പേയബിൾ. എ പേഴ്സൺ, firm or an organization from whom goods or services are purchased on credit by the business are called creditors of the business. അപ്പൊ ഒരു ഫേം ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം, ആരിൽ നിന്നാണോ ഒരു ബിസിനസ് ക്രെഡിറ്റില് കടമായിട്ട് ഗുഡ്സ് അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസ് ചെയ്തത് അവരെയാണ് എന്ത് പറയുന്നത്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടോപ്പിക് ആണ് റോൾ ഓഫ് ആൻ അക്കൗണ്ടന്റ് ഇൻ സൊസൈറ്റി. ഒരു അക്കൗണ്ടന്റിന് സൊസൈറ്റിയിലുള്ള റോൾ എന്തൊക്കെയാണ്? അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് വിച്ച് പോർട്രേ ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് റിസൾട്ട് ഓഫ് ദി ബിസിനസ്. അപ്പൊ അക്കൗണ്ടിങ്ങില് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനാണ്. അപ്പോ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ ബേസിൽ ഒരു ഫെയർ വ്യൂ, ബിസിനസിനെ കുറിച്ചുള്ള ഒരു ഫെയർ വ്യൂ നമുക്ക് കിട്ടുന്നു. അടുത്തത് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് റിപ്പോർട്ട് ടു മാനേജ്മെന്റ് ടു എനേബിൾ ദം ടു ഡിസ്ചാർജ് their duties more effectively. അപ്പോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് മാനേജ്മെന്റ് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്റെ ബേസിലാണ് എന്ത്, മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നത്. ടു ആക്ട് ആസ് ഓഡിറ്റർ. എന്താണ്, അക്കൗണ്ടന്റ് ഒരു ഇന്റേണൽ ഓഡിറ്റർ ആയിട്ടും മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ട് ആസ് ടാക്സ് കൺസൾട്ടന്റ് ടു ഹാൻഡിൽ ദ ടാക്സ് മാറ്റേഴ്സ് ഓഫ് ബിസിനസ്. ഒരു ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് എന്താ ആക്ട് ചെയ്ത് ടാക്സിന്റെ മാറ്റേഴ്സും കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ടു ആക്ട് ആസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ട് കൂടി അക്കൗണ്ടന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാനേജ്മെന്റിന് എന്താണ്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വെരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ ചാപ്റ്ററിലെ മെയിൻ ഫോക്കസ് ഏരിയാസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ റെലവെന്റ് ആസ്പെക്ട് ഓഫ് അക്കൗണ്ടിങ് ആണ്, അതിങ്ങനെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്, ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, ലിമിറ്റേഷൻസ്, പിന്നെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, അസറ്റ്, എന്താണ് അസറ്റ്, അതുപോലെ തന്നെ കറന്റ് അസറ്റും, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസറ്റുകൾ, കറന്റ് അസറ്റും നോൺ കറന്റ് അസറ്റുകളും, പിന്നെ ഒരു അക്കൗണ്ടന്റിന് സൊസൈറ്റിയിലുള്ള റോൾ എന്താണെന്നും, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പൊ നന്നായിട്ട് നോക്കുക. താങ്ക് യു.